നെന്മാറയിലേക്ക് തന്നെയാണ്. അവിടെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെന്താമരയെ കാണാം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് താൻ ചെയ്ത ആ ക്രൂരകൃത്യങ്ങൾ അത് എങ്ങനെ എപ്പോൾ എന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെന്താമര. ആദ്യം സുധാകരന്റെ വീട്ടിലേക്ക് പോയി അവിടെ സുധാകരനെ കൊലപ്പെടുത്തിയ രീതി അതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിനായി. അവിടെയാണ് ഈ വെട്ടാൻ ഉപയോഗിച്ച കത്തി ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും സുധാകരന്റെ വീട്ടിലേക്ക് അമ്മയെ കൊന്ന ഭാഗം അത് മുറ്റത്തായിരുന്നു. ആ ഭാഗം പറഞ്ഞു കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വയൽ കടന്ന് വനമേഖലയിലേക്ക് കടന്ന രീതി അത് വിശദീകരിക്കുകയാണ്. ആ ഒളിവിൽ പോയ സ്ഥലം, ഒളിവിലേക്ക് പോയ വഴി അതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥർക്ക്. ചെന്താമര ഒളിവിൽ പോകുന്ന സമയത്ത് ഭക്ഷണവും കൈ കരുതിയിരുന്നു. 2 ദിവസത്തേക്കുള്ള ഭക്ഷണവുമായാണ് കാട്ടിലേക്ക് ഒളിവിൽ പോയതെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ പിന്നീട് വിശന്നപ്പോഴാണ് ഇയാൾ തിരിച്ചു വന്നത്. ആഹാരം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് മടങ്ങി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു പോലീസ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു. ഇപ്പോഴും അതേ സുരക്ഷാ സംവിധാനങ്ങളിലും ഡ്രോൺ ഉപയോഗിക്കുന്നു. മറ്റേതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അവരെ നേരിടാൻ വേണ്ടിയുള്ള കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് വരുന്നത്. ആയുധധാരികളായ പോലീസ് വളരെ സുരക്ഷയോടുകൂടിയാണ് ചെന്താമരയുമായി ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തീകരിക്കുന്നത്. ഈ പാടത്തിലൂടെയാണ് ചെന്താമര കുറ്റകൃത്യത്തിന് ശേഷം കാട്ടിലേക്ക് പോയത്. അവിടെ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം പോലീസ് ചെന്താമരയുമായി തിരികെ വരികയാണ്. ഗോകുൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഒപ്പം ലിഷോയ് ഇപ്പോൾ പാടത്ത് കൂടിയാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ചെന്താമര പോയ വഴികളിലൂടെയെല്ലാം പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിക്കുകയാണ്. വളരെ ശാന്തമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. തീർച്ചയായും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ചെന്താമര കൃത്യമായി ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് നൽകുകയാണ് പോലീസിന്. പ്രധാനമായും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വീടിന് അടുത്താണ് ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്കും അതുപോലെ തന്നെ വീടിനകത്തും ആയുധം വെച്ച സ്ഥലവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പോലീസിനോട് വിശദീകരിച്ചത്. അതിനുശേഷം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന വഴിയാണ് ചെന്താമര ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വീടിന് പുറകിൽ ഒരു വലിയ വയലാണ്. ആ വയലിലൂടെ കടന്ന് വനം മേഖല അല്ലെങ്കിൽ ഒരു കാട് പിടിച്ചൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തേക്ക് പോയി എന്നുള്ളതാണ് ചെന്താമര നേരത്തെ മൊഴി നൽകിയിരുന്നത്. ആ മൊഴി പ്രകാരം എങ്ങനെയെല്ലാമാണ് പോയത് എന്നുള്ളതാണ്. ആദ്യം വീടിന് തൊട്ടടുത്തുകൂടെയുള്ള വയൽ, അതിന് പുറകുവശത്തുകൂടെ പിന്നീട് നടന്നു വന്ന് ഇപ്പോൾ ഈ വനപ്രദേശത്തെ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നീങ്ങിയ വഴിയാണ്, ആ ഇടവഴിയാണ്, അതായത് വരമ്പാണ്, പാടവരമ്പാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വഴിയൊക്കെ പോയി എന്നുള്ളത് കൃത്യമായി പോലീസിനോട് വിശദീകരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അതായത് ഈ വഴി എന്തുകൊണ്ടാണ് പോയത്, അപ്പുറത്തേക്ക് എത്താൻ ഏതൊക്കെ വഴിയിലൂടെ എത്താം, ഭക്ഷണം കയ്യിൽ കരുതിയിരുന്നു, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരും ചോദിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഈ കൊലപാതകം നടത്തിയ ശേഷം ഉടനടി തന്നെ ചെന്താമര വീടിനകത്ത് പോയി അതിനുശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന് വീടിൻ്റെ പുറകുവശത്തെ വാതിലിലൂടെയാണ്, മുൻവശത്തെ വാതിൽ കുറ്റിയിട്ട ശേഷം പുറകുവശത്തെ വാതിലിലൂടെയാണ് അയാൾ രക്ഷപ്പെട്ടത്. ഈ വഴിയിലൂടെയെല്ലാമാണ് അയാൾ രക്ഷപ്പെട്ടത്. ആ വഴിയാണ് കൃത്യമായി അയാൾ ഇപ്പോൾ നിലവിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരികെ ഈ ആലത്തൂരിലേക്ക് തന്നെ ഈ പ്രതിയെയുമായി പോലീസ് പോകും. പക്ഷേ അതിന് മുൻപായി തന്നെ എല്ലാ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. ഒരു കുറ്റകൃത്യം നടന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല പോലീസിൻ്റെ ഏറ്റവും പ്രധാനമായ ജോലി എന്ന് പറയുന്നത്. കാരണം ആ പ്രതിക്ക് ഒരു കാരണവശാലും ആ പ്രതിക്ക് നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി, അതായത് യാതൊരു വിധത്തിലും ഈ കേസിൽ നിന്ന് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ആ തെളിവുകൾ ഈ തെളിവെടുപ്പിലെയും അതുപോലെ തന്നെ ഈ FIR-ന് ശേഷം പിന്നീട് ശേഖരിക്കുന്ന തെളിവുകളുമൊക്കെ തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വലിയൊരു എവിഡൻസായി കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു ഒരു പിഴവ് പോലും അതിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ചെന്താമര കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാണ്. അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ പോലീസ് സംഘത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭയന്ന പോലീസിനെ പിന്നീട് അങ്ങനെയൊന്നും ഇല്ലാതെ ചെന്താമരയുടെ തെളിവെടുപ്പ് ഇപ്പോൾ നടത്താനായി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യമാണ്. നേരത്തെ ഈ അറസ്റ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ആ ഭാഗത്ത് ഒരു ഗ്രാമപ്രദേശമാണ്.
അവിടെ മുഴുവൻ പ്രദേശവാസികളൊക്കെ മാറി നിൽക്കുകയാണ്. ഈ തെളിവെടുപ്പിനോട് പൂർണ്ണമായും അവർ സഹകരിക്കുകയാണ്. പോലീസിന്റെ നിർദ്ദേശങ്ങൾ മുഴുവൻ അവർ അനുസരിക്കുകയാണ്. ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഒന്നും നാട്ടുകാർ ഇതുവരെ നീങ്ങിയിട്ടില്ല. വളരെ സുഗമമായി തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പോലീസിന് അതുകൊണ്ട് തന്നെ കഴിയുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് തെളിവെടുപ്പ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഗോകുൽ പറയുന്നുണ്ടായിരുന്നു, ഈ വയൽ കടന്നാൽ അത് വനമേഖലയാണ്, പിന്നീട് അങ്ങോട്ട് മലയാണ്. ആ ഭാഗത്താണ് 2 ദിവസം ഒളിച്ചു കഴിഞ്ഞിരുന്നത് ചെന്താമരയെന്ന്. എന്തായാലും സുഗമമായി തന്നെ തെളിവെടുപ്പ് ഈ നിമിഷം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും വീണ്ടും ആലത്തൂരിലേക്ക് കൊണ്ടുപോവുക. ഇന്നത്തെ തെളിവെടുപ്പിന് ശേഷം നാളെ ആയുധം വാങ്ങിയ സ്ഥലം ഉൾപ്പെടെയുള്ളവിടുത്തെ പോലീസ് തെളിവെടുപ്പ് തുടരും. അതിനുശേഷം നാളെ വൈകിട്ട് 3 മണിക്ക് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കും. ഇതിനുള്ളിൽ തെളിവെടുപ്പുകളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് പോലീസ്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നാട്ടുകാർ പോലീസിനോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ സമയത്തും പിന്നീടുമെല്ലാം ആ കുടുംബവും നാട്ടുകാരുമെല്ലാം ഒരേപോലെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും കുറ്റവാളിയായ ഒരാളെ പോലീസ് വേണ്ട രീതിയിൽ ആയിരുന്നില്ല കൈകാര്യം ചെയ്തിരുന്നത്. ഇനിയും അയാൾ ഇറങ്ങി മറ്റു കുഞ്ഞുങ്ങൾക്ക് കൂടിയും മറ്റുള്ള നാട്ടുകാർ കൂടി ഭീഷണിയാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെയുള്ള പ്രതിഷേധം ആ നാട്ടിൽ നടന്നിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമുണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടി പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളുള്ള സേനാംഗങ്ങളെയാണ് സംഭവ സ്ഥലത്തേക്ക് വിന്യസിച്ചിരിക്കുന്നത്. കനത്ത ബന്ദോബസ്തിൽ ആയുധധാരികളായ പോലീസ് ഒപ്പമുണ്ട് ചെന്താമരയ്ക്കൊപ്പം. അതോടൊപ്പം പോത്തുണ്ടി മുതൽ ബോയിങ് കോളനി വരെയുള്ള പ്രദേശങ്ങളിൽ വളരെ കൃത്യമായി പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാടശേഖരം കടന്ന് കാട്ടിലേക്ക് കടന്ന ചെന്താമര ഇപ്പോൾ ആ പ്രദേശത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഗ്രാമത്തിലെ പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങൾ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന നെൽപ്പാടവും അതോടൊപ്പം തന്നെ വനമേഖലയും ഏറെയുള്ള ഒരു പ്രദേശമാണ് പോത്തുണ്ടി എന്ന ഗ്രാമം. അത്തരമൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് ഇത്തരമൊരു ക്രൂരകൃത്യം നടത്തിയതിനു ശേഷം ചെന്താമര എന്ന കൊടും ക്രിമിനൽ ഒളിവിൽ പോയത്. ആ പ്രദേശമെല്ലാം ആ ദിവസങ്ങളിൽ രാത്രി മുഴുവൻ നാട്ടുകാരും പോലീസും ചേർന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അത്രയും വനത്തിനുള്ളിൽ ഒളിച്ചു കഴിയുകയായിരുന്നു ഈ പ്രതി. അതിനുശേഷം വിശന്നപ്പോഴാണ് ഇയാൾ പുറത്തേക്കിറങ്ങിയത്. വീട്ടിലേക്ക് എത്തുന്ന വഴിക്ക് തന്നെയാണ് പോലീസ് പിടികൂടിയത്. ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ അത്തരം ഒരു പരിശീലനം ലഭിച്ച ആളല്ല എങ്കിൽ പോലും ഈ പ്രായത്തിലും ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യുകയും താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ ഒട്ടും കുറ്റബോധമില്ലാതെ നടക്കുകയും ചെയ്യുന്ന ഒരു കൊടും ക്രിമിനലിനെയാണ് നമുക്ക് ദൃശ്യങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഒരു കൊലപാതകം, അതിനുശേഷം ആ കുടുംബത്തിലെ തന്നെ 2 പേരെ കൂടി കൊലപ്പെടുത്തുന്നു. അതിൽ അന്ധവിശ്വാസമാണോ മുൻവൈരാഗ്യമാണോ എന്നുള്ള കാര്യം പോലീസ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പല രീതിയിലുള്ള ആരോപണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഏറെ ശ്രദ്ധേയമായ കാര്യം, ഏറെ ഭയപ്പെടുത്തുന്ന കാര്യം, 2 പെൺകുട്ടികൾ ഇപ്പോഴും ഇത്തരമൊരു ക്രൂരൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തി ഞങ്ങളെ കൂടി അപായപ്പെടുത്തുമോ എന്നുള്ള ഭീതിയിലാണ് ജീവിക്കുന്നത്. അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തിയ ആൾ ഞങ്ങൾക്കും ഭീഷണിയാകുമോ എന്നുള്ള ഭയം ആ കുട്ടികൾക്കുണ്ട്. ആ ട്രോമയിൽ നിന്ന് അവർ ഇതുവരെ മാറിയിട്ടില്ല. ആ നാട് മാറിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അത്തരമുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകാം. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് കനത്ത സുരക്ഷാ സംവിധാനത്തിൽ ഇപ്പോൾ ചെന്താമരയുമായി പാടശേഖരം കടന്ന വനത്തിലും അതോടൊപ്പം തന്നെ ആയുധം വെച്ചിരുന്ന സ്ഥലങ്ങളിലുമെല്ലാം പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വയൽ കടന്ന് ഈ നെൽപ്പാടങ്ങൾ കഴിഞ്ഞാൽ അവിടെ അത് വനമേഖലയാണ്, പിന്നീട് മലയാണ്. അവിടെയാണ് 2 ദിവസം ചെന്താമര ഈ 2 കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പിന്നീട് വിശന്ന സമയത്താണ്, തിരികെ വീട്ടിലേക്ക് വന്ന സമയത്താണ് പോലീസ് പിടികൂടിയത്. ഇതിൽ ഏറ്റവും ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം, ആ പെൺകുട്ടികൾ 2 പെൺമക്കൾ നെഞ്ചു പൊട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയെ കൊന്നു, അതിനെല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു, പോലീസിന്റെ പിടിയിലായി. പക്ഷെ നോക്കൂ എന്ത് സംഭവിച്ചു. വീണ്ടും ഒരു കൂസലില്ലാതെ തിരിച്ചിറങ്ങുന്നു എന്ന് മാത്രമല്ല, തിരിച്ചിറങ്ങി എവിടെയാണ് താമസിക്കുന്നത്, ഏത് കുടുംബത്തിലെ അമ്മയെയാണോ കൊന്നത് അതിന് ഒരു മതിലപ്പുറത്ത് വന്നിട്ട് ആ പ്രതി, ആ കൊലപാതകം നടത്തിയ പ്രതി താമസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ജീവനെ എന്ത് സുരക്ഷ, ഞങ്ങൾക്ക് ഈ പ്രതിയിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺമക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, പരാതി നൽകുന്നു. അവിടെയുള്ള നാട്ടുകാർ, പ്രദേശവാസികളൊക്കെ ഒന്നടങ്കം ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പക്ഷെ ഒരു താക്കീതിനപ്പുറം ഒന്നും, ഒരു സുരക്ഷ ഒരുക്കാൻ ഒന്നും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല. അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് 2 മനുഷ്യജീവനുകൾ കൂടി ഈ പ്രതിയായ ചെന്താമരയുടെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും പ്രതിയെ പിടികൂടി. പക്ഷേ ആ 2 പെൺമക്കൾ അനാഥരായി.
ആ പെൺമക്കൾ വിങ്ങലോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പോലീസ് പിടിച്ചിട്ട് എന്ത് കാര്യം, തെളിവുകൾ കിട്ടിയിട്ട് എന്ത് കാര്യം, ജയിലിലായിട്ട് എന്ത് കാര്യം, പിന്നെയും പുറത്തിറങ്ങില്ലേ, ഞങ്ങളുടെ ജീവന് ഭീഷണിയായി തിന്നുകുടിച്ച് ജയിലിൽ കഴിയുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് ഒരു കൂസലില്ലാതെ പുറത്തേക്ക് ഇറങ്ങുമെന്ന് അവർ നെഞ്ചു പൊട്ടിയാണ് പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അവരോട് പറയാൻ മറുപടി ഇല്ലാതെ തല കുനിച്ച് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.